ചേച്ചി നമസ്കാരം. നമസ്കാരം. പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞു. അത് കുറച്ച് മലയൊക്കെ കയറിയല്ലോ, സാഹസികമായിട്ടൊരു പൂജയായിരുന്നല്ലേ? രസമുള്ള സ്ഥലമല്ലേ? ഇതിന്റെ മെയിൻ ലൊക്കേഷൻ ആയിരുന്നു ഇടുക്കിയിൽ. എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ അത്യാവശ്യം ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലം അത്. ഇവിടുത്തെ ഇതൊരു മെയിൻ ലൊക്കേഷനും ഇത് തന്നെയാണ്. അതുകൊണ്ട് അത്യാവശ്യം കയറി ഇറങ്ങാം. എനിക്ക് കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ ഷൂട്ട്. ബൈജുവേട്ടൻ ബൈജുവേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഇതിലും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ്. അല്ല, മാറ്റമില്ല. പക്ഷെ അതിനും നോർമൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് തന്നെ. ഇതുവരെ നമ്മൾ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഏകദേശം അങ്ങനെയൊന്നല്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്നെ വിളിച്ചപ്പോഴും അത് ആദ്യം അതാ പറഞ്ഞത്. ഒരു വീണ ആദ്യം ഒന്ന് മുഴുവൻ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. പഞ്ചായത്ത് പ്രസിഡന്റാണ്, പക്ഷെ നോർമൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. ഒരു വ്യത്യാസം ഉണ്ട് ക്യാരക്ടറിനെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയാലും പോലീസ് കിട്ടിയാലും ആര് കിട്ടിയാലും എനിക്ക് ഓർക്കുമല്ലോ, ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി എത്രയും നാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയാലും ഞാൻ ചെയ്യും. പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നോണ്ടുള്ളൊരിതേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കഥ കേട്ടത് ഏത് ജോണറാ? കോമഡി ആണോ അതോ? അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു കോമഡി, ഒരു സസ്പെൻസ്, ത്രില്ലർ, എല്ലാ ടൈപ്പ് എല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറെ കൂടോത്രന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. കുറച്ച് പിന്നെ നാട്ടിൻപുറത്തെ കുറെ നല്ല സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എനിക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും പടം. വലിയ ഭയങ്കര താരപരിവേഷങ്ങളൊന്നും വലുതായിട്ടില്ല, പക്ഷെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും ഭയങ്കര ഇതിന് മുന്നേയൊക്കെ പെർഫോം ചെയ്ത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥലവും ഭയങ്കര ഭംഗിയാണ്. ഇനി കുറച്ചുനാൾ ഇടുക്കിയിൽ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ഇല്ല, നല്ലൊരു 8 ദിവസം ഉണ്ട് ഇവിടെ. കഥ കേട്ടായിരുന്നോ? എങ്ങനെയുണ്ട്? കണ്ടന്റ് വ്യത്യസ്തമാന്ന് പറയുന്നത് കേട്ടായിരുന്നോ കഥ? കുറച്ചു മുന്നേ അതല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. കഥയെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ നല്ല നല്ല പ്രൊജക്റ്റാണ്. എല്ലാ സിനിമകളുടെ ശരിക്കും പറഞ്ഞാൽ കഥകളെല്ലാം തന്നെ നല്ലതല്ലേ. പിന്നെ ചില സംഭവങ്ങൾ പല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ മെയിൻ ആർട്ടിസ്റ്റുകളില്ലാതെ വരുമ്പോൾ ആൾക്കാർ കയറാതാവും. പക്ഷെ ഇപ്പോൾ കുറേ മാറിയല്ലോ. നല്ല കഥ, നല്ല സിനിമ എന്നുണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ കയറുന്നുണ്ട്. അപ്പോൾ അതും ഉറപ്പായിട്ടും ഈ സിനിമയും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട് സിനിമയുമായിട്ട് എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നന്നാവും. ചുമ്മാതെ ആരും ഇറങ്ങത്തിരിക്കത്തില്ല. ആഗ്രഹമുണ്ടോ എന്തെങ്കിലും ഇതേപോലെ ഡയറക്ടർ ആവണമെന്ന്? ഇനി വരാനുള്ള പ്രോജക്ട്സ് ഒക്കെയാണ്. ഇനി വരാൻ പോകുന്ന മമ്മൂക്കയുടെ ഗൗതം വാസുദേവൻ മേനോൻ സാറിന്റെ പടത്തിലുണ്ട്. പിന്നെ ആസിഫിന്റെ പടം ഇപ്പോൾ ഒരെണ്ണം ചെയ്തു. ഇന്ന് രാജകുമാരി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു, ആത്മീയ ഹീറോയിനായിട്ടുള്ള. പിന്നെ ഒരു പടത്തിലുണ്ട് ഞാൻ, മഞ്ജു പത്രോസ്, ഞങ്ങൾ കുറേ കോമഡി ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്തിരിക്കുന്നൊരു കൊച്ചുപടം. അതിന്റെ പേര് ഫൈനലായിട്ടില്ല. മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് അയ്യോ ഒന്നും പറയാനില്ല. ഞാൻ ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ അത്ര അടുത്ത് കാണുന്നത്. അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ മമ്മൂക്ക ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ വർഷം ആയിരുന്നു. സോറി, ഇനിയിപ്പോൾ 2024 ഒക്ടോബർ നവംബർ ആയിരുന്നു ഇതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ചെറിയ ക്യാരക്ടറാണ് അതിനകത്ത്, പക്ഷെ മമ്മൂക്കായിട്ടാണ് കോമ്പിനേഷൻ. അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ ആക്ടേഴ്സിനോടും ചോദിച്ചാൽ പറയും മമ്മൂക്കയിലും നിങ്ങൾക്കൊക്കെ മമ്മൂക്കയുടെയും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒക്കെ ഡയറക്റ്റ് ഇന്റർവ്യൂ കിട്ടിയാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഒരു സീനിൽ അഭിനയിക്കാൻ കിട്ടിയ എനിക്ക് ഭയങ്കര, എന്നെ പോലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും വലിയൊരു സിനിമയായി മാറട്ടെ. 2024 അവസാനിക്കാൻ പോവാണ്. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ലാഭമായിരുന്നു, നഷ്ടമായിരുന്നു? എന്താ കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ പോയി. 2025 വലിയ കുഴപ്പമില്ലാണ്ട് പോയാൽ മതി. സൂപ്പർ ആവട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും, നിങ്ങൾക്കും എല്ലാവർക്കും 2025 ഒരുപാട് നല്ല പടങ്ങൾ ഇങ്ങനെ ഒരു പൂജയ്ക്കും വേണ്ടി പ്രൊമോഷനും ഒക്കെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റട്ടെ. അങ്ങനെയല്ലേ എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ മിസ് ചെയ്യുന്നു. നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. ശരി കേട്ടോ. കല്യാണത്തിനെ കുറിച്ച് ചില വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോടാ, കുറെ കഷ്ടപ്പെട്ടു. താങ്ക് യു കേട്ടോ. കുറച്ച് കഠിന ഹൃദയമാണല്ലോ. ചിലരൊക്കെ ബോധം കെട്ട് വീണെന്നൊക്കെ പറയുന്നുണ്ട്. മാർക്കാണ്ട് സിനിമയല്ലേ എന്തായാലും. അല്ല, വയലൻസിന്റെ എക്സ്ട്രീം ലെവലാണ്. ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടിട്ട് ഞാൻ വിളിച്ചറിയിക്കും.
കണ്ടിട്ട് ഞാൻ പറയാം ഓർമ്മിച്ചിട്ടൊക്കെയുള്ളൂ. ചേച്ചി ഒരു പേരുടെ ലാലേട്ടൻ ഡയറക്ട് ചെയ്യുന്ന പടല്ലേ? കണ്ടില്ല പടം. കണ്ടില്ല? ബാറോസ് കണ്ടില്ല. ചേച്ചി പടം ഒന്നും കാണാറില്ല? ബാറോസും മാർക്കോയും ഒഴി ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പടം കൊണ്ട്. വേറെ പടത്തെ പറ്റി ഇടി ഉണ്ടോ? ഇടി കണ്ടില്ല. റൈഫിൾ ക്ലബ്ബ് കണ്ടില്ല. അതെല്ലാ ക്രിസ്മസിനും ഇറങ്ങിയ പടമാക്കി തന്നെ ഇനി എന്താണുള്ളത്? നെറ്റിയിൽ എന്താ പറ്റിയതാണ്? ഒരുപാട് എന്നൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് നീളമെന്തോ. ആണോ? ചേച്ചി മമ്മൂക്ക ഡയറക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഫിലിം? ലാലേട്ടൻ ഡയറക്ട് ചെയ്തു. എന്റെ പൊന്നു കുഞ്ഞ, ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എന്നോട് ഇമാതിരി ചോദ്യം ഒന്നും ചോദിക്കാൻ. എനിക്ക് ഇവിടെ